മോളെ പോയിട്ട് വരാട്ടോ. ഹലോ ടാറ്റ ടാറ്റ. അല്ല എന്താ പരിപാടി? ഫ്രണ്ട്സ്, ഞങ്ങള് ഒരു ചെറിയൊരു സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള ഞങ്ങളുടെ വെക്കേഷൻ ട്രിപ്പ് എന്നുവെച്ചാൽ വെക്കേഷന്റെ ലാസ്റ്റ് ട്രിപ്പ് അല്ലേ, അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. നാളെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ഒരു 6 ദിവസത്തെ ട്രിപ്പ് അല്ലേ. 6 ദിവസത്തെ ട്രിപ്പാണ്. 6 ദിവസത്തെ ട്രിപ്പിന് ഞങ്ങൾ പോവുകയാണ്. നാളെ പോകും. ട്രിപ്പിന് കുറെ പ്രത്യേകതകളുണ്ട്. അത് നാളത്തെ ഇതിൽ പറയാം. നമുക്ക് നാളെ പറയാം. ട്രിപ്പ് പോണ ദിവസത്തിന് പറയാം. പിന്നെ ദേവനും സർപ്രൈസും കൂടി അതിൻ്റെ ഇടയിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നോ ദേവന് അറിയില്ല. അത് നാളെ ദേവന് അറിയുള്ളൂ. ദേവ് വിചാരിക്കണ്ട ട്രിപ്പിൽ എന്ത് സർപ്രൈസ്. അപ്പൊ ഞങ്ങള് അത്ര ദിവസം മാറി നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഡോഗ്സിനെ 2 ആൾക്കാരെയും ബോർഡിലാക്കണം. 2 ആൾക്കാർ പറയുമ്പോൾ ഇവിടെ ആരാന്നുള്ളത് പറഞ്ഞു ഇല്ലല്ലോ. അതെ, സൈലോ. സൈലോ മീൻസ് സൈലോനെയും നിക്കീനെയും കൂടി ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു ബോർഡിങ്ങിലാക്കാണ്. അതും AC ബോർഡിങ്. AC ബോർഡിങ്ങിലാണ്. അവിടെ ഡോക്ടർമാരുണ്ട്, നേഴ്സ് ഉണ്ട്, ബോർഡിങ് ആൾക്കാരുണ്ട്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ബോർഡിംഗ് ആണ്. നിക്കീനെ ഇന്നാക്ക. നാളെ രാവിലെ എനിക്ക് കൊണ്ടുവിടാൻ സമയമില്ല, കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ സൈലോന്റെ മുതലാളിമാര് 2 പേര് വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നീണ്ട 1.5 വർഷത്തെ പിന്നെ അവരിന്ന് വന്നിട്ടുണ്ട്. അവരുണ്ട് ഞങ്ങളെ കൂടെ ട്രിപ്പിന്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഫ്രണ്ടും ഉണ്ട്. നമ്മള് ഗോവയ്ക്കൊക്കെ പോയില്ലേ. നമ്മൾ ഫോർച്യൂണർ എടുത്തിട്ട് ഒരു വലിയ ട്രിപ്പ് നടത്താൻ വിചാരിച്ചു. അപ്പൊ ഇതൊരു 5-6 ദിവസത്തെ ട്രിപ്പാണ്. അപ്പൊ ഞങ്ങൾ ഊട്ടി വഴി, മേട്ടുപ്പാളയം, കോയമ്പത്തൂർ വഴി, പഴനി, കൊടൈക്കനാൽ വഴി, വട്ടവട, മൂന്നാർ വഴി തിരിച്ച് ഞങ്ങൾ എറണാകുളം വഴി തിരിച്ചു വരുന്ന ഒരു വൻ ട്രിപ്പാണ്. ഒരു സ്ഥലത്ത് നിന്ന് നെക്സ്റ്റ് ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് ഗൈസ്. ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ തമിഴ്നാട്, മറ്റന്നാൾ കർണാടക. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു ദേവുനൊരു സർപ്രൈസ്. ഇതിന്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഇത് തിരിച്ചെത്തുന്നതിന് മുമ്പോ ദേവു വളരെയധികം എക്സൈറ്റഡോടെ കാത്തിരിക്കുന്ന നിങ്ങളും ഒരു ക്വസ്റ്റ്യൻ ആയി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന്റെ ഉത്തരം ഇതിന്റെ ഇടയിൽ നടക്കും. യെസ്, അത് ഞങ്ങൾ നാളെ പറഞ്ഞുതരാം. എന്തായാലും ഒറ്റ വാക്കിൽ ഞങ്ങൾ പറയാം, ദേവു ഞങ്ങൾ ഡീപ്പോർട്ട് ചെയ്യണം. മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഇന്ന് ഇവരെ കൊണ്ടാക്കാം. പിന്നെ നമുക്ക് കുറച്ച് ടൂർ ഷോപ്പിംഗ്സ് ഉണ്ട്. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ടൂർ ഷോപ്പിംഗ്സ് ആത്ത സ്കൂൾ ഷോപ്പിംഗ്സാ. പക്ഷെ നിക്ക് ഹാപ്പി ആയിരിക്കും കേട്ടോ. സൈലോ ഉണ്ട് നിക്കിന്റെ കൂടെ. അപ്പൊ അവര് അതെ വേറെയും ഇവരെ കാണാത്തൊരു വിഷമം അത് നമുക്ക് കാണാം ഇവരെ. കാരണം അവര് CCTV ദൃശ്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരുന്നതായിരിക്കും. അതെ 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 അതെ. അതായത് എല്ലാം നമ്മളെ പോലെ നോക്കുന്ന ആൾക്കാർ തന്നെ അവിടെ ഉണ്ട്. സാധാരണ ഞങ്ങൾ അർജുമാമനെയോ അല്ലെങ്കിൽ പബിനെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോവാറ്. ഇത്രയും ദിവസം ആയതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇവരെ വെച്ച് ബ്ലോക്ക് ആവണ്ട വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പോലീസ് ഫ്രണ്ട്സ്, നിക്കിനെ ഹാരമണിയിച്ചാണ് കൊണ്ടുവന്നത്. പോയാലെന്നാ സമയം കൊറേ ആയി. എന്ത് നിപ്പില് ഇങ്ങനെ ചാടും. മോനെ അതല്ല, ഇതാണ് മോന്റെ സ്ഥലം കേട്ടോ. എന്റെ കാണുന്നുണ്ടോ? 2 മൂക്ക് ഇടക്കിടക്ക് ചീറ്റടി. 2 മൂക്ക് സ്പ്രേ അടിക്കും. ഒരു മൂക്ക് എവിടെ? ഒരു മൂക്ക് അപ്പുറത്തുണ്ട്. കാണില്ല, ചെറുതായിട്ട് അവിടെ ഉണ്ടോ? എനിക്ക് കൊറേ പകുതി ദൂരത്തോളം ഇങ്ങനെ നിക്കും. പിന്നെ ക്ഷീണിക്കും. എവിടുന്ന് വെള്ളം
പറമ്പ് പെറ്റ് കെയറിലെത്തി ഗൈസ്. ഹാപ്പി പെറ്റ്സ്. ഇതൊരു ഹോസ്പിറ്റൽ വാക്സിനേഷൻ എടുക്കാൻ വന്ന ക്ലിനിക്കാണിത്. തുറന്നാലേ ഉടനെ താഴത്തേക്ക് ചാടും. ക്യാച്ച് പിടിക്കട്ടെ. അവിടെ നിക്കണം 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 ആ നിക്കിക്ക് സ്ഥലം മനസ്സിലായി. അതെയാ സൈലോക്ക് മണം കിട്ടി. ഇനി പോനെ ഇവിടെ ഓടിയെടുത്ത് മൂത്രയിക്കേണ്ടി വരും. എനിക്കിവിടെ വന്ന ചൊറിയും മേല്. അന്ന് വന്നപ്പോ എനിക്ക് ഫുള്ള് കുരുവെന്ന്. എനിക്ക് പുറത്ത് നിന്നാ മതി. ഡോക്ടറാട്ടോ നിക്കുന്നത്. ആ ഡോക്ടറാണ്. ക്ലിനിക്കും ഉണ്ടല്ലേ? ആ ക്ലിനിക്ക് ഉണ്ട്. ക്ലിനിക്കാണ് ശരിക്കും ഇത്. നോക്ക് ഇത് ശരിക്കും ക്ലിനിക്കാണിത്. ക്ലിനിക്കാണ്. ആ പക്ഷെ ഒരു ബോർഡിങ് ഇതിന്റെ ഉള്ളില് വേറെ സ്പേസ് ഉണ്ടാവൂലേ? അതെ. ഫൈനലി അഴിച്ചു ഗൈസ് രണ്ടുപേരെയും. വേണ്ട ഇപ്പൊ അടയ്ക്കണ്ട. മറ്റേത് നിക്ക് ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞങ്ങക്ക് ഭയങ്കര സങ്കടമാവുമായിരുന്നു കേട്ടോ അവിടെ ആക്കി പോകുമ്പോ. കാരണം എത്ര നല്ല, അതെ ഇവര് രണ്ടുപേരും കൂടി ഉള്ളതുകൊണ്ടാണ് ഞങ്ങക്ക് അത്ര സങ്കടം ഇല്ലാത്തത്. എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ചിലപ്പം ഞങ്ങൾ ആക്കേയില്ല. ദിയമോളെ എനിക്കിനെ ഇവിടെ ആക്കാണ് കേട്ടോ. 7-8 ദിവസം കഴിഞ്ഞിട്ടാണ്. 6 ദിവസം. അടഞ്ഞൊരാ ജന്തുജാലവാതിൽ തുറന്നിടാൻ വരുന്ന ധാരണ. AC ആണ് കേട്ടോ. AC ഉണ്ട്. അല്ല ഇതിനകത്തായിരിക്കും ചിലപ്പോ. അതെ ശരിയാണല്ലോ. തണുപ്പുണ്ട്. ചിലപ്പോ അവരപ്പുറത്തേക്ക് മാറ്റുമായിരിക്കും. എന്താ നീ കോത്തി പിടിച്ചേക്കണേ? ഇറങ്ങൂലല്ലോ. അമ്മേ വെള്ളം നിക്കുമോൾ നിക്കുമോൾ മോളെ പോയിട്ട് വരാട്ടോ. എനിക്ക് മോളെ പേടിക്കണ്ട കേട്ടോ. സൈലോ ഇത് അവിടെ ഉണ്ട്. മോക്ക് ഇത് ആദ്യമായിട്ടായതുകൊണ്ടേ പരിചയമില്ലാഞ്ഞിട്ടാണ്. ആദ്യത്തെ ഒരു ദിവസം പ്രശ്നമായിരുന്നു. എനിക്ക് മോള് കുഞ്ഞുമോളെ പേടിക്കണ്ട. അതാ സൈലോ അവിടെ ഉണ്ടല്ലോ. സൈലോ ദാണ്ട് എവിടെ ഉണ്ട് കണ്ടോ? സൈലോ ചേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടനോ? ചേട്ടനല്ല അവരുടെ ഇതിന് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇല്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് തീരെ കാണൂല. കരിയോ? ശീലമില്ലാത്തോണ്ടേ ഇനിയിപ്പം ഒന്ന് എനിക്ക് മിക്കവാറും കരച്ചിലായിരിക്കും. നാളത്തേക്ക് എനിക്ക് സെറ്റ് ആവുള്ളൂ. പക്ഷെ സത്യത്തിൽ എനിക്ക് വലിയ ഇതില്ലാത്ത എന്താ വെച്ചാല് സൈലോയും കൂടെ കൂടുതൽ ഉള്ളത് കൊണ്ടാണ്. ഇത് പക്ഷെ ആദ്യത്തെ ദിവസം ഉണ്ടാവുള്ളൂ. ഇവരായിട്ടൊന്നും ഇണങ്ങാണ്ടൊരു താമസം ഉണ്ടാവും. അത്ര വീട്ടിൽ തന്നെ ഉണ്ടത്. എനിക്ക് വിചാരിക്കണത് നമ്മള് വെക്കേനെ ഇവിടെ ആക്കിയിട്ട് പോവുകയാണെങ്കിൽ വരില്ല എന്നൊക്കെ വിചാരിക്കണം. അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വെക്കണ ഇഞ്ചക്ഷൻ പേടിച്ചിട്ടാണ്. ഇഞ്ചക്ഷൻ പഠിച്ചിട്ടാണ് അന്ന് ഇവിടെ വന്നിട്ട് ആശുപത്രി കേറൂല. നാട്ടിക്ക് ഇതിനൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. എനിക്ക് ഇഞ്ചക്ഷൻ ഒന്നും വെക്കൂല. ഹലോ ടാറ്റാ ടാറ്റാ. നിക്കിക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിയാൽ മതി. എന്നാൽ പിന്നെ നമ്മളകത്താക്കുമ്പോൾ ഒച്ചയിട്ട് എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒച്ചയിട്ട് പോയി നോക്കാം. നിക്കി എവിടെ ഇപ്പോൾ നടക്കണ ഒച്ച കേൾക്കുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. തീരെ കഴിക്കാതിരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നിക്കീനെ സൈലോനെ നമ്മളിവിടെ ആക്കി. ഇതിപ്പം ഇവർ രാത്രി ഡോക്ടർ ഇവിടെ ഉണ്ടാവും. പിന്നെ പകല് ഡോക്ടറും നേഴ്സൊക്കെ ഇവിടെ ഉണ്ടാവും. കുറെ ആൾക്കാരുണ്ടാവും. അതെ കുറെ കളിക്കണ വീഡിയോ ഒക്കെ വെച്ചിരുന്നു പറഞ്ഞിട്ടുണ്ട്. ആണോ? പറഞ്ഞോ. ഗൈസ് ഇനി നിക്കീനെ നമ്മൾ
6 ദിവസം കഴിഞ്ഞിട്ടേ കാണുള്ളൂ. എനിക്ക് അവിടെ നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ഗൈസ്. പക്ഷെ ഈ ഒരു രാത്രി കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. കരയുമായിരിക്കും, പിന്നെ ഒരു ദിവസം കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും ഗൈസ്. പിന്നെ സൈലോയ്ക്ക് ശീലമുണ്ട് ഗൈസ്, നിന്ന് ശീലമുണ്ട്. എനിക്ക് നിന്ന് ശീലമല്ല, അതുകൊണ്ട് സൈലോയ്ക്ക് പ്രശ്നമല്ല, എനിക്ക് കുറച്ച് പ്രശ്നം കൂടുതലാണ് ഗൈസ്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് സൈൻ ലാബിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. പ്രിൻസിയാൻ്റെ ഒന്നും സൈൻ ലാബിന് കഴിച്ചിട്ടില്ല. ഇപ്പഴ് ഞാൻ പറഞ്ഞപ്പോഴൊക്കെയാണ് കേൾക്കണത് തന്നെ ഗൈസ്. സിജാബൻ സൈൻ ലാബനോ? അതെന്താ? ഞാൻ കേട്ടത് സ്ഥൈര്യലേപനം ഞാൻ പറഞ്ഞു എന്റെ സ്ഥൈര്യലേപനം കഴിഞ്ഞതാ. ഫ്രണ്ട്സ്, ചീസ് ബോംബ് കൊണ്ടുവച്ചതേ ഓർമ്മയുള്ളൂ. ബോംബ് പോലെ പൊട്ടിപ്പോയി. ഫ്രണ്ട്സ്, ഞങ്ങള് സിജോ പാപ്പന് എന്താകണ ഇവര് ഡ്രസ്സ് എടുത്തോണ്ടിരിക്കാണ്. അങ്ങനെ കയറിയതാണ്. ഇവിടെ പുറത്തല്ല ചൂട്, അപ്പൊ ഇവിടെ AC ആയതുകൊണ്ട് കയറി നിന്നതാണ് ഇവിടെ. അതെ, വലിയൊരു പെണ്ണിന്റെ ശരിക്കും ഇങ്ങനത്തെ ഒരു മിറർ വാങ്ങണം അല്ലേ, നമ്മുടെ റൂമിലൊക്കെ വെക്കാനല്ലേ. അതെ, ശരിയാണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ സ്നാപ്പ് ചലഞ്ച് കളിക്കുകയാണ്. അപ്പം പ്രിൻസിയാൻ്റെ എന്നോട് വേർഡ് പറയും, അത് ഞാൻ ദിയമ്മോളോട് അങ്ങനെ കാണിച്ചു കൊടുക്കും. ഒന്നുകൂടെ ഇതാണ് എൻ്റെ പേര്. ഐഡന്റിഫൈ ചെയ്യട്ടെ. ഓക്കെ ഫ്രണ്ട്സ് ആവാം. കൃതികാന്നാണ് പേര്, സിജോന്നാണ് എൻ്റെ പേര്. മനസ്സിലായി ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. 12:10 സമയം. അപ്പോൾ ഇനി നമ്മൾ പാക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി വേണം പാക്കിങ് ചെയ്യാൻ. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓടി വരാത്ത എന്താ എന്നാണ് കരുതി. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് എനിക്ക് മഞ്ചേരിയിലാണ്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് എടുത്ത് വെക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങളൊന്ന് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കട്ടെ.